നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തൽ. അല്പസമയം മുൻപ് പി.വി. അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണും. വാദി പ്രതിയാകുമോ അല്ലെങ്കിൽ പാല് കൊടുത്ത കൈക്ക് തന്നെ അൻവർ കൊത്തുമോ നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒരു കാര്യവും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരാളാണ് അൻവർ എന്ന മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അൻവറിനെ പിണക്കുന്നത് മുഖ്യമന്ത്രിക്ക് വലിയ തലവേദനയായി മാറുമെന്ന് അറിയാവുന്ന മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് കണ്ടറിയണം. ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു കൂടിക്കാഴ്ചയ്ക്കായി അൻവറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന സമയം. കൃത്യം 12 മണിക്ക് തന്നെ മുഖ്യമന്ത്രിയെ കാണാനായി അൻവർ ഓഫീസിലേക്ക് എത്തിയിരുന്നു. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം അൻവർ ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. തെളിവുകളടക്കം തന്റെ പക്കലുള്ള ഓരോ തെളിവുകളടക്കം രേഖകളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നടക്കമുള്ള മുഖ്യമന്ത്രിക്ക് മുന്നിൽ നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അൻവർ പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം അൻവർ ആവശ്യപ്പെടും. കൂടിക്കാഴ്ചയ്ക്കായി അല്പസമയം മുൻപാണ് അൻവർ സെക്രട്ടറിയിലെ ഓഫീസിലെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ആരോപണങ്ങൾക്ക് പിന്നാലെ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആരോപണ വിധേയനായ ADGP മാറ്റി നിർത്തിയുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് കരുതിയിരിക്കുന്നത്. എങ്കിലും അതുണ്ടായില്ല. അന്വേഷണത്തിനായി DGPയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം തിങ്കളാഴ്ച രാത്രിയോടെ പ്രഖ്യാപിച്ചിരുന്നു. ആരോപണ വിധേയനായ പത്തനംതിട്ട SP S സുജിത് ദാസിനെ സ്ഥലം മാറ്റുകയും ചെയ്തു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം അൻവർ ആവശ്യപ്പെട്ടേക്കുമെന്നും സൂചനയുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി.വി. അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണും. കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.